പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല, വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ബില്ലെന്നും ബിൽ അവതരണം നടത്തി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസ്സായാൽ മുൻപം ജനതയ്ക്ക് ഭൂമി ലഭിക്കുമെന്നും ബില്ലിനെ എതിർത്താൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും മന്ത്രി. वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इस संशोधन बिल में जो जो तर्क है आप उसमें बात कीजिए. आप उसको छोड़ के जो कोई लेना देना नहीं है बिल में, उसका बात आप लेकर के लोगों को गुमराह करने का, बरगलाने का काम जो किया है, उसको मैं शुरू में साफ करना चाहता हूं. ബില്ലിൽ തടസ്സവാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. നിയമനിർമ്മാണത്തെ കേന്ദ്രം അട്ടിമറിക്കുന്നെന്ന് കെ.സി. വേണുഗോപാലും പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാൻ ജെ.പി.സിക്ക് അധികാരമില്ലെന്ന് എൻ.കെ. പ്രേമചന്ദ്രനും പറഞ്ഞു. Yesterday what happened, sir? This bill has been brought into the notice of member only around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendment, sir. Sir, there are several provisions to be given amendment. There is no time at all. Okay. We are not discussing the original bill. It is as reported by the Joint Parliamentary Committee. My definite question to the Honorable Speaker, sir, is whether the Joint Parliamentary Committee has the right to incorporate new provisions in the bill. Sir, even this Parliament, even this Lok Sabha, this August House, do not have the right to incorporate a new provision unless you suspend Rule 81. ബിൽ സമൂഹത്തെ വിഭജിക്കുന്നതെന്ന് ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो मत फिर से कैबिनेट के सामने गया. कमेटी के जो सुझाव थे ये भारत सरकार की कैबिनेट ने स्वीकार किए और अमेंडमेंट के रूप में किरण रिजिजू जी लेकर आए. ये तभी होता है जब ये ऑफिशियल अमेंडमेंट कैबिनेट की अनुमोदन के बगैर आता है. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിരുന്നു. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ലോക്സഭയിലെ ചർച്ച. വിവരങ്ങളുമായി വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ ഒരു വഖഫ് ബില്ലിൽ ആദ്യം തൊട്ടേ പ്രത്യാരോപണങ്ങൾ ഉണ്ട്, അതിപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് എന്തൊക്കെയാണ്? കീർത്തന, ബില്ല് അവതരിപ്പിച്ചു. ഇപ്പോൾ ഇതിന്മേലുള്ള ചർച്ചകൾ തുടരുകയാണ് ലോക്സഭയിൽ. 8 മണിക്കൂറാണ് ചർച്ചകൾ ഉണ്ടാവുക. ഇപ്പോൾ അതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാവിലെ 12 മണിയോടുകൂടി തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായത്. ബില്ലിന് സ്പീക്കർ അവതരണ അനുമതി നൽകി. പിന്നാലെ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കാനായി എഴുന്നേറ്റു. അതിന് പിന്നാലെ തന്നെ കെ.സി. വേണുഗോപാലും എൻ.കെ. പ്രേമചന്ദ്രനും എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇന്ന് ബില്ലുണ്ടാകുമെന്ന കാര്യം അറിയിക്കുന്നതെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇങ്ങനെയൊരു നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. പിന്നാലെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് എൻ.കെ. പ്രേമചന്ദ്രനും സഭയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ജെ.പി.സിയിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ജെ.പി.സിക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമാണ് അധികാരമുള്ളത്. പക്ഷേ അതേസമയം ഒരു നിയമ ഭേദഗതി നടത്താൻ ജെ.പി.സിക്ക് അധികാരമില്ല എന്നും പറഞ്ഞു. ഇതിന് മറുപടി നൽകിയത് സഭയിൽ അമിത് ഷാ ആയിരുന്നു. എല്ലാ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു നിയമപ്രശ്നവും ഇതിനില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രമപ്രശ്നവും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലുള്ള ഒരു ക്രമപ്രശ്നവും നിലവിലില്ല എന്നും അമിത് ഷാ മറുപടി നൽകി. ഇതിന് പിന്നാലെയാണ് മന്ത്രി കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കാനായി എണീറ്റപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിപക്ഷത്തോട് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം സമാധാനപരമായി ഇത് കേൾക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി
ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ കിരൺ റിജിജു പറഞ്ഞത് ഈ സംയുക്ത പാർലമെന്ററി സമിതി വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഈ ബില്ലിന്മേൽ ഈ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ബില്ലിന്മേൽ ഇത്രയധികം ചർച്ചകൾ നടത്തുകയും ഈ മതപുരോഹിതന്മാരിൽ നിന്നടക്കമുള്ള അവരുടെ അഭിപ്രായങ്ങളടക്കം തേടുകയും ഒക്കെ ചെയ്തൊരു കാര്യം അത് ഇത് പക്ഷേ അങ്ങനെ ഒരു ബില്ല് ഇത് ആദ്യമായിരിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പലയിടങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുൻപും വഖഫ് ബില്ല് ഇത്തരത്തിലേക്കുള്ള ഈ നിയമ ഭേദഗതികൾ നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ കാലത്താണ്. അന്ന് ഈ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള ചില അധികാരങ്ങൾ നൽകി. അതാണ് ഇപ്പോഴുള്ള ഈ നിയമ ഭേദഗതിയിലേക്കടക്കം എത്തിച്ചതെന്നും പറയുന്നുണ്ട്. ഈ ഭൂമി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ബില്ലിലുള്ളത്. അതൊരു ആരാധനാലയത്തിന്റെ അധികാര പരിധിയിലേക്ക് വരുന്നില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പാർലമെന്റ് വളപ്പും വിമാനത്താവളവും വരെ ഈ വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ പ്രതിപക്ഷം എതിർത്തിരുന്നു. വഖഫ് ബിൽ മുൻപും ഈ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതായിരുന്നു ഇതിന് മന്ത്രി നൽകിയ മറുപടി ഉണ്ടായിരുന്നത്. ഒപ്പം ഈ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ നൽകി. അതാണ് ഇപ്പോഴത്തുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഈ ഭേദഗതിയിലടക്കം ഇത് എത്തിച്ചതെന്നും പറയുന്നുണ്ട്. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഈ വനിതാ പ്രാതിനിധ്യം ഇത് എവിടെയാണ് ഇപ്പോൾ കൗൺസിലിൽ എവിടെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. വഖഫ് കൗൺസിലിൽ 22 അംഗങ്ങൾ അമുസ്ലിമുകൾ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലെ പിന്നോക്കക്കാരും ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഗൗരവ് ഗൊഗോയ് അടക്കം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ ഈ കോൺഗ്രസിനെ അടക്കം സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു മതത്തിന്റെ ഭൂമിയിൽ സർക്കാർ കണ്ണുവെക്കുന്നു, നാളെ മറ്റൊരു മതത്തിന്റെ ഭൂമിയിലേക്കും ഇത് നീണ്ടേക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു വിമർശനമുണ്ടായിരുന്നത്. വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും ഗൗരവ് ഗൊഗോയ് പറഞ്ഞിട്ടുണ്ട്. JPC-യിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞു. ഒപ്പം തന്നെ നിയമ ഭേദഗതി ബിൽ അങ്ങനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ ചർച്ചകൾ നടക്കുകയാണ്. 8 മണിക്കൂർ നീളുന്ന ചർച്ചകളാണ്. പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ട്. പക്ഷേ എല്ലാ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ സംശയങ്ങൾക്കുമൊക്കെ മറുപടി പറയാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗങ്ങൾ എല്ലാവരും തന്നെ. കാരണം ഇത് കേന്ദ്ര സർക്കാർ മന്ത്രിസഭ പാസ്സാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമല്ല. എത്രയോ തവണ ഭേദഗതിയിലൂടെ കടന്നു വന്ന ഒരു ബില്ലാണിത്. അതുമാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതിൽ ഈ സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യൽ, അതിൽ മാത്രമാണ് നിയന്ത്രണങ്ങൾ വരിക. അല്ലാതെ മറ്റു രീതിയിലുള്ള പള്ളികളിലൊന്നും നിയന്ത്രണം ഉണ്ടാകില്ല. ആ രീതിയിൽ കേന്ദ്ര സർക്കാർ അത് ആ നിലപാട് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച ഇപ്പോഴും അവിടെ നടക്കുകയാണ്.